രൂത്ത് പറഞ്ഞു. രൂത്തിന്റെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ നവോമി നിർബന്ധം മതിയാക്കി. അവർ ഇരുവരുമായി പേരിലേക്ക് ഇങ്ങനെ പറഞ്ഞു. അല്ലല്ല, ആരിത്? നവോമി അല്ലയോ? നമ്മുടെ പ്രിയങ്കരിയായ നവോമി അല്ലയോ? നവോമി പറഞ്ഞു. അല്ല അല്ല, ഞാൻ മാറിയാണ്. രൂത്തും നവോമി പേരിലേക്ക് പാർക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം രൂത്ത് പറഞ്ഞു, അമ്മേ, കൊയ്ത്തുകാലമായില്ലേ, ഞാൻ കതിർ പൊഴുക്കുവാൻ പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. നവോമി പറഞ്ഞു, പൊയ്ക്കൊള്ളൂ മകളെ. അങ്ങനെ രൂത്ത് കതിർ പൊഴുക്കുവാൻ വയലിൽ പോയി. കൊയ്ത്തുകാരുടെ പിന്നിൽ നിന്ന് അവൾ കതിർ പൊഴുക്കുവാൻ തുടങ്ങി. ഭാഗ്യവശാൽ അവൾ എത്തിയത് ബോവസിന്റെ വയലിലായിരുന്നു. ബോവസ് മഹാധനികനും ചാർച്ചക്കാരനുമായിരുന്നു. ആരാണ് ഈ യുവതി? അവൾ നവോമിയുടെ മരുമകൾ മോവാബിസ്ത്രീയായ രൂത്താണ്. ബോവസ് രൂത്തിനോട് പറഞ്ഞു, നീ ഇനി മറ്റൊരു വയലിൽ പോകണ്ട, കൊയ്ത്തുകാലം കഴിയും വരെയും നീ ഇവിടെ നിന്ന് കതിർ പൊറുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. രൂത്ത് പറഞ്ഞു, അന്യദേശക്കാരിയെ എന്നോട് അങ്ങക്ക് ദയക്ക് എന്ത് കാര്യം? ബോവസ് പറഞ്ഞു, നീ അമ്മായിയമ്മയ്ക്ക് ചെയ്തു കൊടുത്തത് ഈ നാട്ടിലെങ്ങും പാട്ടാണ്. എല്ലാവരും നിന്നെ പുകഴ്ത്തി പറയുന്നു. സർവശക്തൻ നിന്നെ കാക്കും. രൂത്ത് വൈകുന്നേരം വരെ പൊറുക്കി. മരിച്ചപ്പോൾ ഒരു പറ യവമുണ്ടായിരുന്നു. അവൾ അതുമെടുത്ത് തിന്ന് ശേഷിച്ചമല്ലത് അമ്മായിയമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. നീ എവിടെയാണ് കതിർ പൊറുക്കുവാൻ പോയതെന്ന് നവോമി ചോദിച്ചു. ബോവസിന്റെ വയലിലെന്നും അവളോട് വളരെ ദയവോട് ഇടപെട്ടുമെന്ന് രൂത്ത് പറഞ്ഞു. നവോമിയുടെ ചിന്ത മുഴുവൻ രൂത്തിന് ഒരു വിശ്രാമ സ്ഥലം ഒരുക്കണമെന്നതായിരുന്നു. ഒരു ദിവസം നവോമി രൂത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നവോമി പറഞ്ഞ കാര്യങ്ങളൊക്കെയും രൂത്ത് അതുപോലെ ചെയ്തു. അനുസരിച്ച് രൂത്ത് പിന്നീട് ബോവസിന്റെ ഭാര്യയായി. ബോവസ് ഉത്തമ മകൾ, ഉത്തമ ഭാര്യ. പിന്നീട് അവൾ ഒരു അമ്മയാക്കി. ആരുടെ അമ്മയെന്ന് അറിയാമോ? ഓബേദിന്റെ മകൻ ഇഷായുടെ മകൻ ദാവീദിന്റെ തലമുറയിൽ